ഹായ് ഗായ്സ്, അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള വ്ളോഗാണ്. ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് കിടന്നുറങ്ങി എണീറ്റ് റീൽസും ഷോർട്സും ഒക്കെ ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി കിടക്കാൻ നേരം വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് അറിയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു മെസ്സേജ് വന്നത്. റൊമാൻറ്റിസൈസിങ് എ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ലെങ്കിലും ഇന്നത്തെ ദിവസത്തിന്റെ ബാക്കി സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. വലിയ വർക്കും കാര്യങ്ങളൊന്നും അല്ല, എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. കോളേജും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവാനായിട്ടുണ്ട്, അപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം. ഇത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് മാക്സിലേക്ക് കയറിയതല്ല, വെറുതെ കയറിയതാണ്. അപ്പോഴാണ് ഈ രണ്ട് ടോപ്പ് ഓഫറിൽ കണ്ടത്. ഈ ഒരു ടോപ്പിന്റെ ആക്ച്വൽ റേറ്റ് 699 ആണ്, പക്ഷെ ഞാൻ വാങ്ങിച്ചത് 499 ആണ്. ഇനി ഈ ഒരു യെല്ലോ ടോപ്പിന്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 499 ആണ്. ഞാൻ 299 ആണ് വാങ്ങിച്ചത്. ഇത് രണ്ടും കവറിൽ തന്നെ വെച്ചത് കൊണ്ടാണ് ചുളിഞ്ഞു പോയത്, അതാണ് ഒരു വൃത്തി കിട്ടാത്തത്. പക്ഷെ നല്ല ടോപ്പാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു റേറ്റിന് വേർത്തായിട്ട് തോന്നി. നിങ്ങൾക്ക് അറിയാലോ, എനിക്കിങ്ങനെ ലൂസായിട്ടുള്ള കുർത്താസ് കാര്യങ്ങളൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കും. ഈ ഒരു ടോപ്പ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, അമ്മയാണ് കണ്ടുപിടിച്ച് കൊണ്ടു തന്നത്. എന്റെ കറക്റ്റ് സൈസും കിട്ടിയിട്ടുണ്ട്. യെല്ലോ ടോപ്പ് മീഡിയം ആണ് വരുന്നത്, അത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്. ഇതിന്റെ നെക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ലേസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു വാട്ടർ ബോട്ടിലാണ് വാങ്ങിച്ചത്. ഇത് അത്ര വലുതല്ല, പക്ഷെ വളരെ ചെറുതുമല്ല. ഗ്ലാസ്സിലേക്കൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന അത്ര വലുപ്പത്തിലുള്ള ഒരു വാട്ടർ ബോട്ടിലാണ്. ഇതിന്റെ കൂടെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയറിലൊക്കെ പഠിക്കുമ്പം ഈ വാട്ടർ ബോട്ടിലിനോട് വല്ലാത്തൊരു അഡിക്ഷൻ പോലെയായിരുന്നു. എന്ത് നല്ല വാട്ടർ ബോട്ടിൽ കണ്ടാലും ഞാൻ വാങ്ങിക്കും, അതിൽ വെള്ളം കൊണ്ടുപോകും, വെള്ളം കുടിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. എന്നിട്ട് ഫ്രണ്ട്സ് എവിടെയെങ്കിലും നല്ല വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ കാണുമ്പം എനിക്ക് പിക്ക് അയച്ചു തരും. ഇത് കണ്ടപ്പോൾ നിന്നെ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിക്സ് ഒക്കെ അയച്ചു തരുമായിരുന്നു. അതൊക്കെ ഒരു കാലം. ആ ഒരു ക്രേസ് ഒക്കെ പിന്നെ അങ്ങ് പോയി. എന്റെ ആഗ്രഹം ആക്ച്വലി ഒരു ഹൈഡ്രോ ഫ്ലാസ്ക് വാങ്ങിക്കാനായിരുന്നു, പക്ഷെ അതിന്റെ റേറ്റ് ഒരു 3000, 4000, 6000, 10000 ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മളൊരു വാട്ടർ ബോട്ടിലിന് അത്രയും പൈസയൊന്നും ചെലവാക്കൂലല്ലോ. പക്ഷെ എനിക്ക് ആ ഒരു വാട്ടർ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമാണ്. 3000, 10000 ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ 130 രൂപയ്ക്ക് ഒരു നല്ല വാട്ടർ ബോട്ടിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിക്കേഴ്സ് ഒന്നും ഞാൻ ഇപ്പം തൽക്കാലം വാട്ടർ ബോട്ടിലിൽ ഒട്ടിച്ചിട്ടില്ല. ഒട്ടിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ചിലപ്പോൾ ഒട്ടിക്കും, ചിലപ്പോൾ ഒട്ടിക്കൂല. അടുത്തത് ഞാൻ സ്കൂൾ മാർട്ട് പോയിട്ടുണ്ടായിരുന്നു. വെറുതെ കണ്ടപ്പോൾ കയറിയതാണ്, പ്രത്യേകിച്ച് വാങ്ങണമെന്ന് വിചാരിച്ച് കയറിയതല്ല. പക്ഷെ 2-3 സാധനം, കുഞ്ഞു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഈ ഒരു ചോപ്പ് സ്റ്റിക്ക് ആണ്. ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടെങ്കിലും ഈ ചോപ്പ് സ്റ്റിക്ക് കാണുന്നുണ്ടായിരുന്നില്ല, അപ്പം ഇതൊന്ന് വാങ്ങിച്ചു. പിന്നെ ഈ ഒരു ലീഫിനും ഈ സ്റ്റെമ്മിനൊക്കെ ചുറ്റി കൊടുക്കുന്ന ഒരു ടാപ്പാണ്. ഇതിന്റെ കറക്റ്റ് നെയിം എന്താണെന്ന് എനിക്കറിയില്ല. ഈ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ സ്റ്റെമ്മിന് ചുറ്റി കൊടുക്കുന്ന സംഭവമാണ്, അത് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 2 ടൈപ്പ് ഗ്ലൂ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സാധാ ഫെവിക്കോൾ ആണ്, ഒന്ന് ഗ്ലൂ സ്റ്റിക്ക് ആയിട്ട് വരുന്നതും. ഇങ്ങനെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല റെസ്പോൺസ് വരാറുണ്ട്. ഇനി ചെറുതായിട്ട് ടേബിളിന്റെ അവിടെ ഒരു ചേഞ്ച് കാണുന്നുണ്ടാവും നിങ്ങൾ. ഞാൻ അവിടെയുള്ള ആ വാൻഗോന്റെ പെയിന്റിങ്സും മോണറ്റിന്റെ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ മേലേന്ന് താഴോട്ട് വരെ ഞാനൊരു വൈൻ ലീവ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ എടുത്തു കളഞ്ഞിട്ടുണ്ട്. വൺസ് ഇൻ എ വൈൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോന്നും, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ മാറ്റിയത്. അവിടെ ഇനി എന്തെങ്കിലും പുതിയത് എന്തെങ്കിലും ചെയ്യണം. ബോറടിച്ചിരിക്കുമ്പം അല്ലെങ്കിൽ ടു ഫീൽ ബെറ്റർ ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് പോയി കുളിക്കുക. എന്ന് വെച്ച് ഇപ്പൊ രാവിലെ കുളിച്ചതാണെങ്കിലും ഉച്ചയാവുമ്പോൾ ഒന്നുകൂടെ കുളിക്കാന്ന് പറഞ്ഞ് കുളിക്കുകയല്ല. അന്നത്തെ ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ പോയി കുളിക്കും. അപ്പൊ കുളിക്കുന്ന സമയവും അവിടെ പോവും. അതുപോലെ തന്നെ ഒരു പുറത്തിറങ്ങുമ്പോൾ ഒരു റിഫ്രഷ്മെന്റ്, ഒരു നല്ലൊരു ഫീലിംഗ് ആണ്. ഒരു കംഫർട്ടബിൾ ഔട്ട്ഫിറ്റും കൂടെ ഇട്ടാല് കുറച്ച് സമാധാനവും കുറച്ച് പ്രൊഡക്റ്റീവ് ഫീൽ ചെയ്യും. അടുത്തതായിട്ട് ഞാൻ കോഫി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കുറെ നാളായി ഞാൻ കോഫി ഉണ്ടാക്കിയിട്ട്. ഞാൻ എപ്പോഴും കോഫി കുടിക്കുമായിരുന്നു. രാവിലെ എണീറ്റാൽ കട്ടൻ കാപ്പി കുടിക്കും, പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കും. ഇപ്പം ഞാൻ അത് ഹെൽത്തിന് അത്ര നല്ലതല്ല എന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ്. പക്ഷെ ഓണസ്റ്റ്ലി എനിക്ക് ഈ കോഫി ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. സോ ഐ തോട്ട് ഒരു കോഫി എന്തായാലും ഉണ്ടാക്കി കുടിക്കാം. ഞാൻ പിന്നെ ഫ്രോത്തർ വെച്ചിട്ട് കുറേ സമയമൊന്നും ചെയ്തില്ല, ആ ഒരു മിക്സ് ആവാൻ വേണ്ടി മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെ പതപ്പിച്ചെടുത്തില്ല. പിന്നെ ഈ ഒരു മഗ് ആണെങ്കിൽ കുറച്ച് നല്ല വലിപ്പമുള്ള മഗ്ഗാണ്. അത്രയും കോഫിയൊന്നും എനിക്ക് കുടിക്കാൻ പറ്റും, പക്ഷേങ്കിൽ അത്രയും കോഫിയൊന്നും കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പകുതി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് തന്നെ കുറച്ച് അധികം ഉണ്ട്. പിന്നെ ഈ ഒരു മഗ് ഇൻസ്റ്റഗ്രാമിലെ നിലായ ഡെക്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് അയച്ചു തന്നതാണ്. ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്താൽ കിട്ടും.
അങ്ങനെ കോഫിയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് വേറൊരു കോള് വന്നത്. മീഷോന്ന് എന്തോ ഓർഡർ ചെയ്തിട്ടുള്ളത് വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഞാൻ 3 സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഒരു സാധനം ഡെലിവേർഡ് ആവുന്നില്ല. ഇതിനേക്കാളും മുന്നേ അത് എത്തേണ്ടതാണ്, പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം മീഷോ മാമൻ പറ്റിച്ചത് കൊണ്ട് എനിക്ക് ഇതിന്റെ കാര്യത്തിലും നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പേടിയിലാണ് ഞാനിത് തുറന്നത്. പക്ഷെ കുഴപ്പമില്ല, ഓർഡർ ചെയ്ത സാധനം തന്നെയാണ് കിട്ടിയത്. നമ്മൾ സെൽഫ് കെയർ വ്ളോഗ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി സെൽഫ് കെയറും കാര്യങ്ങളും സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യണം എന്നൊക്കെ. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഞാൻ അത്യാവശ്യം അല്ലറ ചില്ലറ വിഷ് ലിസ്റ്റിൽ പണ്ടേ കിടന്ന കുറച്ച് സാധനമൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാമത്തത് ഈ ഒരു സാറ്റിൻ പില്ലോ കേസ് ആണ്. അതിന്റെ കൂടെ തന്നെ ആ ഒരു ഹെഡ് കവറും പിന്നെ ആ ഒരു 3 സ്ക്രഞ്ചീസും കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ആക്ച്വലി നല്ല ക്വാളിറ്റി ഉണ്ട്. എത്ര രൂപയ്ക്കാ വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയില്ല. അറൌണ്ട് 300 200 ആൻഡ് സംതിങ്ങോ അങ്ങനെ എന്തോ ആയിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും സാധനം സെറ്റ് ആണ്. അടുത്തത് പിൻട്രസ്റ്റിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒക്കെ ഒരു കാലത്ത് ട്രെൻഡിങ് ആയിട്ട് കാണുന്ന ഒരു സാധനമായിരുന്നു. ആ ഒരു സമയത്തെ ഞാൻ ഇത് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. വേറെ ഒന്നുമല്ല, ഗ്വാഷയാണ്. നമ്മുടെ ഫേസും നെക്കും ബോഡിയും ഒക്കെ മസാജ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്നല്ലേ, ഇത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ പില്ലോ കവറിന് അത്യാവശ്യം നല്ല വീഡിയോ നീളം ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ 3 സാധനം ഓർഡർ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിൽ 2 സാധനമാണ് ഇത്. ഇനി കിട്ടാത്ത സാധനം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് മസാജർ ആണ്. ഈ ഓയിലൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് ആ മസാജ് ചെയ്യുന്ന സാധനമില്ലേ, അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതെന്താണെന്നറിയില്ല, അങ്ങ് എത്തിയില്ല. ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു സംഭവം ഇല്ലേ കയ്യിൽ എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. ഇത് പെൻപാലിലൂടെ കിട്ടിയതാണ്. എനിക്ക് 2 പേരാണ് പെൻപാൽ അയച്ചത്, ആതിരയും ഷഹനാസും. അവര് ഫ്രീ ടൈം ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. എന്നോട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും കറക്റ്റ് സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്. ഇതിൽ തന്നെ ഇപ്പൊ എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഈ ഒരു പിക്ചറിന് നമുക്ക് കളർ കൊടുക്കാം. കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള കളർ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ക്രയോൺസ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ട്, പക്ഷെ വെച്ച സ്ഥലം ഓർമ്മയില്ല. ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ട് ഞാൻ കുറെ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ ഉണ്ടോന്ന് ഞാൻ നോക്കിയില്ല. ചിലപ്പോൾ അതിന്റെ കൂടെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഇതിലുള്ള കളർ വെച്ചിട്ട് എവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്നോ അവിടെയൊക്കെ നമുക്കിന്ന് ചെയ്ത് തീർക്കാം. ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നില്ല, എന്തായാലും പറ്റുന്ന പോലെ ചെയ്യാം. ഇതിനിങ്ങനെ കളർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം റിയലൈസ് ചെയ്തത്. വേറൊന്നുമല്ല, ഞാനിങ്ങനെ കളർ ചെയ്തിട്ട് കുറേ നാളെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ആയിട്ട് എപ്പോഴാണ് ചെയ്തതെന്ന് എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് പെയിന്റിംഗ് അല്ല. ഞാനിപ്പോ ചെയ്യുന്നില്ലേ, നമ്മളൊരു ഔട്ട്ലൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെയിന്റ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്, ഈ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചെറുതായ സമയത്ത് നമ്മളിങ്ങനെ കളറിംഗ് ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനത്തെ കുറെ പിക്ചേഴ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. നമ്മുടെ ഇമാജിനേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു അത്. അപ്പോൾ ഒക്കെ നമ്മുടെ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിനും റെഫറൻസ് വേണം. എന്ത് ചെയ്യാനാണെങ്കിലും നമുക്ക് റെഫറൻസ് വേണം. എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ അത് ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെയായി മാറി. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു റെഫറൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു പിക്ചർ കിട്ടി, ഇനി നമ്മുടെ ഇമാജിനേഷനിൽ നമുക്ക് ഇവിടെ ഈ കളർ അടിക്കാം, അങ്ങനെ ഒരു സംഭവമൊക്കെ മനസ്സിൽ വന്ന് അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. ആക്ച്വലി ഇത് നല്ലൊരു സംഭവമാണ്. നല്ല സുഖമാണ് പെയിന്റ് ചെയ്ത് പോവാൻ, കളർ ചെയ്ത് പോവാൻ. എന്തായാലും ഇത് ചെയ്തപ്പോൾ നല്ലൊരു സന്തോഷമായി. കാരണം നമ്മുടെ പഴയ ഹോബീസൊക്കെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പൊടിതട്ടി എടുത്ത് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര രസമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മുന്നേത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ അല്ല ഏതോ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഡോപ്പമിൻ റഷ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ. ഇത് ഞാൻ രാത്രിയാട്ടോ പെയിന്റ് ചെയ്യുന്നത്, ഉറങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ. അതിന്റെ ഇടയിലുള്ള സമയത്ത് ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ ടിവിയിൽ യൂട്യൂബിൽ എടുത്തിട്ട് ഏതെങ്കിലും വീഡിയോ ഏതെങ്കിലും സിനിമ കാണാന്ന് വിചാരിച്ചിട്ട് ബോറടിച്ചിരിക്കുകയല്ലേ, ഇത് സിനിമയാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ച് തുറന്നതാണ്. അപ്പോൾ ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ വെറുതെ ഇരുന്ന് കാണാന്ന് വിചാരിച്ച് കണ്ടപ്പം നല്ല സിനിമയാണ്. കുറെ മുന്നേ എപ്പോഴും ഇറങ്ങിയ സിനിമയാണ്, പക്ഷെ കണ്ടിരിക്കാൻ നല്ല സിനിമയായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ത്രില്ലർ പോലത്തെ സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് മൂവി ആയതുകൊണ്ട് ഞാൻ കണ്ടിരുന്നു. അത് വീഡിയോ എടുക്കാനും മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഈ റീൽസും ഷോർട്സും സ്ക്രോൾ ചെയ്യുന്നതിനേക്കാളും ഒരു മൂവി കാണുന്നത് പ്രൊഡക്റ്റീവാണ്. ആ ഒരു മെന്റാലിറ്റി ഇപ്പോൾ. ബോറടിച്ചിരിക്കുമ്പോൾ ഒരു വ്ളോഗോ അല്ലെങ്കിൽ ഒരു മൂവിയോ അതൊക്കെ കാണുമ്പോൾ ഒരു സുഖമാണ്. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ടെലിഗ്രാം ഒന്നും ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല. അപ്പം പിന്നെ യൂട്യൂബിൽ വരുന്ന ഏതെങ്കിലും മൂവി ഇരുന്ന് കാണും. എന്തായാലും നമ്മൾ ഇത്രയും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെതായിട്ടുള്ള കുറച്ച് ഇമാജിനേഷനിലാണ് ഞാൻ കളറൊക്കെ അടിച്ചു കൊടുത്തത്. അയ്യോ, ഇമാജിനേഷൻ അങ്ങനെയല്ല, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എൻ്റെതായിട്ടുള്ള സ്റ്റൈലിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി ബാക്കിയും കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യാം. കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ വിചാരിച്ചു
വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാം. എനിക്ക് പ്ലാൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി പ്ലാനിങ് ആയിട്ട് എഴുതുകയല്ല, എനിക്ക് അത്യാവശ്യം ചെയ്ത് തീർക്കാനുള്ള കുറച്ച് സംഭവം നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ എഴുതി വെച്ചാൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നുള്ള ഒരു പ്രോപ്പർ ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് എഴുതി കൊടുക്കുന്നത്. ഈ ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ 1 2 3 നമ്പർ ഇട്ടിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്ത് ഇന്നത്തെ ദിവസം നമ്മൾ അവസാനിപ്പിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന സംഭവം വെറുതെ ഫോണിൽ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് കാണുക. ഇത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. സംഭവം പ്രൊഡക്റ്റീവ് എന്ന് പറയാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തു. ഐ വാസ് സോ ഹാപ്പി. എന്തായാലും നമുക്ക് റൊമാൻറ്റിസൈസിങ് ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു PG അഡ്മിഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ എനിക്കൊരു വീഡിയോ ഐഡിയ ഉണ്ട്, അതും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്യാം. കോളേജിൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു കോളേജിൽ കിട്ടിയിട്ടുണ്ട്. അവിടെയാണോ ഞാൻ സ്ഥിരമായിട്ട് പോവാന്നറിയില്ല, ഇനിയും നോക്കാനുണ്ട്. അതുകൊണ്ട് ഒക്കെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ ചെയ്തു പോവാം. എനിവേ, നിങ്ങളും ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പം ജസ്റ്റ് ഇങ്ങനെ ഡൂം സ്ക്രോളിംഗ് ഒന്നും ചെയ്യാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. മൈൻഡ് നല്ല റിലാക്സ് ആവും, നല്ല രസമായിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ, കുഞ്ഞു കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വർക്ക് ആവുന്ന എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.